ഹായ് വെൽക്കം ടു എയ്സഡ് അക്കാഡമി. എയ്സഡ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ SSCയെ കുറിച്ച് ഓൾറെഡി എന്താണ് നമ്മുടെ പുതിയ വെൻഡറിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു വിശ്വാസക്കുറവും എല്ലാം എന്തുണ്ട് പുതിയ വെൻഡറിനെ കുറിച്ചുണ്ട്. ഇപ്പോൾ എക്സാം പാറ്റേൺ മാറിയെന്നും പണ്ട് നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് SSCയുടെ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് എവിടെയായിരുന്നു? TCS ആയിരുന്നു നമ്മുടെ എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്കെന്താണ് പണ്ട് എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു സൗകര്യം ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ വെൻഡർ SSC എക്സാം നടക്കുന്നവരെ പറയുന്നവരാണ് നമ്മൾ വെൻഡർ എന്ന്. അപ്പോൾ പുതിയ എക്സാം നടത്തുന്ന ഏജൻസി എന്താണ് പോരാ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പം കുറേ ന്യൂസുകൾ വരുന്നത്. NDA എന്ന് പറയുന്നത് വെച്ചാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരെ ബാൻ ചെയ്തു എന്നുള്ളത്, നമ്മളുടെ എഡിക്വിറ്റിയെ ബാൻ ചെയ്തു എന്നുള്ളത്. ഈ എഡിക്വിറ്റിയാണ് നമ്മുടെ TCS പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നടക്കുന്ന SSCയുടെ എല്ലാ എക്സാമും കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? എഡിക്വിറ്റി എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ എഡിക്വിറ്റി NDA സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അടുത്ത CGL എക്സാം മാറുമോ, അതോ ഇനി വന്നിട്ടുള്ള എക്സാമുകളുടെയൊക്കെ ഡേറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യുമോ, ഇതിന് പുതിയ വെൻഡർ വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ, അതോ നേരത്തെ കഴിഞ്ഞതിൻ്റെ റിസൾട്ടിനെ എല്ലാം ഇനി ബാധിക്കും? GDയുടെ ഒക്കെ എക്സാം എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അതിൻ്റെയൊക്കെ റിസൾട്ടിനെ ഇത് ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്ന ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. ആദ്യമേ എന്താണ് സംഭവം, ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓഗസ്റ്റ് 22 ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ഏതാ? AAPGET എന്ന് പറയുന്ന ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അത് എവിടെ വെച്ചാൽ ജയ്പൂർ സെൻറ്ററിലാണ്. അതിൽ എത്ര കുട്ടികളാണ് അഫക്റ്റിംഗ്? 49 സ്റ്റുഡൻസിനെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. എങ്ങനെ അഫക്റ്റ് ചെയ്തു? എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? പവർ ഫെയിലിയർ ഉണ്ടാവുകയും ഇത്രയും കുട്ടികളുടെ എക്സാമിനേഷൻ അതോടുകൂടി ബ്രേക്കായി പോവുകയും ചെയ്തു. അപ്പം അതിന് ശേഷം ഇങ്ങനൊരു സംഭവം നടന്നതിന് ശേഷം നമ്മുടെ NDA എന്ത് ചെയ്തു? ഈ NDA എന്ന് പറയുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതോറിറ്റി, അവരെന്ത് ചെയ്തു? അവർ ഫോർമലായിട്ടൊരു നോട്ടീസ് അയച്ചു. എന്തുകൊണ്ട്? ഇതിനൊരു വ്യക്തമായ എക്സ്പ്ലനേഷൻ തരണം. ആരെടുത്ത്? എഡിക്വിറ്റി എടുത്ത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കിന്. കാരണം ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. Day 3 എന്ത് ചെയ്തു? ഒരു 2 to 3 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? NDA പറഞ്ഞു ഞങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡാണ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. സസ്പെൻഡ് ചെയ്ത് ബാക്കി നമ്മൾ പറയാം. എന്താണ് ഇവിടെ ആരൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്? എക്സാം ബോഡി ഏതാ? NDA ടെസ്റ്റിംഗ് ഏജൻസി, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ എഡിക്വിറ്റി. SSC എന്താണ്? SSCയെ കുറിച്ചുള്ള കൺസേൺസ് ആണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ പേടിക്കേണ്ട. ഈ NDAയും SSCയും തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ട് എൻറ്റിറ്റി ആണ്. അതുകൊണ്ട് NDA എഡിക്വിറ്റിയെ ബാൻ ചെയ്താലും എന്ന് വെച്ചാൽ പുതുതായിട്ട് ഇപ്പോൾ SSC നടത്തുന്ന വെൻഡർ ആയിട്ടുള്ള എഡിക്വിറ്റിയെ NDA ബാൻ ചെയ്താലും അത് SSCയുമായി നമുക്കൊരു ബന്ധമില്ല എന്നുള്ളതാണ് ആസ് ഓഫ് നൗ. ഇപ്പം വരെ ഇന്നത്തെ തീയതി 24-ാം തീയതി വരെയുള്ള നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ SSCയിൽ നിന്നും എഡിക്വിറ്റിയെ മാറ്റുമെന്നുള്ളൊരു ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിലവിൽ SSC പ്ലാൻ ചെയ്തിരിക്കുന്ന എക്സാമുകളെല്ലാം അതേപോലെ തന്നെ നടക്കും. ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷൻ. നിങ്ങൾ ഒന്നുകൂടെ കേട്ടോ. SSC പ്ലാൻ ചെയ്തിട്ടുള്ള എക്സാമുകളെല്ലാം അതേപോലെ തന്നെ നടക്കും. വരാനിരിക്കുന്ന എക്സാമുകൾ അതേപോലെ നടക്കും. നേരത്തെ ഇരുന്നതിൻ്റെ റിസൾട്ടുകൾ അതേപോലെ തന്നെ വരും. NDA ആണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇതിനെ ചെയ്തിട്ടുള്ളത്? സസ്പെൻഡാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. അവൾ അതിനുള്ള കറക്റ്റ് റീസൺസും ഫൈനും അടച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീണ്ടും വരാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ ഒരു വ്യൂസ് കൂട്ടാനും വേണ്ടിയിട്ടുള്ളൊരു ട്രാപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? വീണ് പോകരുത്. ഇതാണ് എൻ്റെ റിയാലിറ്റി. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മുമ്പോട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടി പഠിക്കുക. മുമ്പോട്ട് നമുക്ക് ഒരുപാട് എക്സാംസ് നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. MDS നമ്മുടെ ഏറ്റവും അടുത്ത വിളിക്കാൻ പോകുന്ന എക്സാം ആയിരിക്കും. CHSL ഉണ്ടായിരിക്കും. SSCക്ക് തന്നെ ഒരുപാട് എക്സാംസ് ഉണ്ട്. റെയിൽവേക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്. റെയിൽവേയുടെ SSCയുടെയൊക്കെ സിലബസ് ഏകദേശം എല്ലാം സെയിം ആണ്. എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുന്നവർ അതിശക്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. മാത്സൊക്കെ ഇച്ചിരി പാടാന്ന് തോന്നുന്നവർ എന്ത് ചെയ്യുക? MDSന് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്കൊരു ജോലി കിട്ടിയതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എഴുതി പല വഴിക്കായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. MDSനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ അല്ലെ SSCയുടെ ഏത് PSC, SSC, റെയിൽവേ, ടെക്നിക്കൽ എക്സാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? നമ്മുടെ ടീമോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞാനിതിപ്പോൾ കൊടുക്കാൻ കാര്യം MDSന് നമ്മൾ സെപ്പറേറ്റ് ബാച്ച് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സ്റ്റേറ്റ് വൈഡ്
ലിസ്റ്റ് ഇടുന്നത് കൊണ്ട് നമുക്കെന്താണ് ജോലി കിട്ടാൻ കുറച്ചുകൂടി ചാൻസ് കൂടുതലാണ് ഏത് MDS ഒക്കെ എന്നുള്ളത്. അപ്പം നന്നായിട്ട് തന്നെ MDS ഒക്കെ, പിന്നെ വേറൊരു കാര്യം സാലറിയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. MDSനൊക്കെ എന്താണ് നെക്സ്റ്റ് പേ സ്കെയിലൊക്കെ വരുന്നതോടുകൂടി നമ്മുടെ 50,000-ന് മുകളിലേക്കൊക്കെ നമ്മുടെ എന്ത് പോകുന്നതായിരിക്കും, നമ്മുടെ സാലറി പോകുന്നതായിരിക്കും എന്ന് ഓർക്കുക. ഇപ്പോൾ എല്ലാവർക്കും എന്താണ് ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മൾ ഫേക്ക് ന്യൂസുകളിൽ പോയി വീഴരുത്, ട്രാപ്പുകളിൽ പോയി വീഴരുത്. നമ്മുടെ ഫോക്കസ് പഠനത്തിൽ മാത്രമായിരിക്കട്ടെ. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ കാണാം.